കൊല്ലം കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിയാദിന്റെ കുടുംബം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചാണ് സിയാദ് മരിച്ചതെന്ന രമേശ് ചെന്നിത്തലയുടെ വാദം വസ്തുതാവിരുദ്ധമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ആഭ്യന്തരമന്ത്രി പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. കുണ്ടറയിൽ പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരണപ്പെട്ടതെന്ന ആരോപണം ശക്തമായി നിലനിൽക്കെയാണ് ന്യായീകരണവുമായി ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയത്. പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ച രമേശ് ചെന്നിത്തല സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം പരിശോധിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി മൂലമാണ് അദ്ദേഹം മരിച്ചത്. 13 ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിലെ ചികിത്സയിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് സിയാദിന്റെ കുടുംബം. ഒരാഴ്ചക്കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടും സിയാദിന് ഹെപ്പറ്റൈറ്റിസ് ഉള്ളതായി ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ലെന്ന് സഹോദരി വെളിപ്പെടുത്തുന്നു. ഇതിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞതിൽ നമുക്ക് വിഷമമുണ്ട്. അത് അവരെ സംരക്ഷിക്കുകയാണെന്ന് നമുക്ക് പറയാനുള്ളത്. ഭരിക്കുമ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ പുറത്ത് കളയുക വേണ്ടത്, അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഭരിക്കേണ്ടത്. ഡിസ്മിസ് ചെയ്യുക വേണ്ടത്. ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് ഇതുവരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുകാരും കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി കണ്ടെത്താൻ ഒരു മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ എന്താ ഒരു പേഷ്യൻറ്റ് മരിക്കേണ്ടി വന്നോ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു? അത്രയും ഫെസിലിറ്റീസ് ഉള്ളോ നമ്മുടെ ആരോഗ്യ വകുപ്പിന്? കൊല്ലം ജില്ലാ ആശുപത്രിയിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ സ്ഥിരീകരിക്കാത്ത രോഗം മരണശേഷമാണോ സർക്കാർ കണ്ടെത്തുന്നത് എന്നും കുടുംബം ചോദിക്കുന്നു. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തന്നെ മുൻകൈയെടുക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മുമ്പ് ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവന തങ്ങളെ മാനസിക വിഷമത്തിലാക്കിയെന്നും സസ്പെൻഷൻ കൊണ്ട് നീതി ലഭിക്കില്ലെന്നും മരണത്തിനിടയാക്കിയവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.